precious friend, എന്റെ വിലയേറിയ സ്നേഹിത, I bring greetings to you for the year 2022, backed by the word of God. 2022 വർഷത്തേക്ക് എന്റെ ഹൃദയം നിറഞ്ഞ ദൈവവചനത്താൽ നിങ്ങളെ പിന്തുണയ്ക്കുന്ന ആശംസകൾ ഞാൻ നിങ്ങൾക്ക് നേരുന്നു. May God's word come to you and open the door and prepare the path for His plans to be fulfilled in your life. ദൈവത്തിന്റെ വചനം നിങ്ങളെ തേടി വന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പദ്ധതികൾ നിറവേറുന്നതിനുള്ള വഴികൾ തുറക്കട്ടെ. This is a year when God is going to establish His people. ദൈവം തന്റെ ജനത്തെ ഉറപ്പിക്കുവാൻ സ്ഥാപിക്കുവാൻ പോകുന്ന വർഷമാണിത്. This is a year when God is going to establish His promises which He has made to His people and to the ministries and to the servants of God. ദൈവം തന്റെ ജനത്തിനും ശുശ്രൂഷകൾക്കും ദൈവദാസന്മാർക്കും നൽകിയ വാഗ്ദത്തങ്ങൾ ഉറപ്പിക്കുവാൻ പോകുന്ന വർഷമാകുന്നു ഇത്. You have been waiting with patience, with long suffering for God's will and promises and prophecies to be fulfilled. ദൈവഹിതവും വാഗ്ദത്തങ്ങളും പ്രവചനങ്ങളും നിറവേറുന്നതിനു വേണ്ടി നിങ്ങൾ ദീർഘക്ഷമയോടെ കാത്തിരുന്നു. This year, God is going to do something new. ഈ വർഷം ദൈവം പുതിയതൊന്ന് ചെയ്യുവാൻ പോകുന്നു. I believe He's going to open the windows of heaven and prepare a new path, blessing us with all the joys of heaven which we cannot hold. ദൈവം സ്വർഗത്തിന്റെ കിളിവാതിൽ തുറന്ന് നമുക്ക് പുതിയൊരു വഴി ഒരുക്കി തരുവാനും സ്ഥലം പോരാതെ വരുവോളം സ്വർഗീയ സന്തോഷത്താൽ നമ്മെ നിറയ്ക്കുവാനും പോകുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. The promise of God came to me for this year from 1 Peter 5 and verse 10. 1 പത്രോസ് 5:10 കാണുന്ന വചനമാണ് ഈ വർഷത്തേക്കുള്ള വാഗ്ദത്തമായി ദൈവം എനിക്ക് നൽകിയിരിക്കുന്നത്. ആ വചനം പറയുന്നു, After your brief suffering, അല്പകാലം നിങ്ങൾ കഷ്ടം സഹിച്ചതിന് ശേഷം, whatever you have suffered, even though you have suffered for several years, it's only a brief suffering compared to the long years of blessing that God is going to give you. ദൈവം നിങ്ങൾക്ക് നൽകുവാൻ പോകുന്ന ദീർഘകാലത്തേക്കുള്ള അനുഗ്രഹങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നിങ്ങൾ നിരവധി വർഷങ്ങൾ കഷ്ടം സഹിച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം അല്പകാലത്തേക്കുള്ള കഷ്ടം മാത്രമാണ്. So cheer up. ആകയാൽ സന്തോഷിപ്പിൻ. After your brief suffering, നിങ്ങളുടെ അല്പകാലത്തേക്കുള്ള കഷ്ടത്തിന് ശേഷം the God of all loving grace സർവ്വസ്നേഹത്തിന്റെയും കൃപയുടെയും ദൈവം will personally come to you വ്യക്തിപരമായി നിങ്ങളെ തേടി വരും, നിങ്ങളുടെ അടുക്കൽ വരും, and powerfully restore you. അതിശക്തമായ രീതിയിൽ നിങ്ങളെ പുനരുദ്ധരിക്കും. Bring back all that you have lost. നിങ്ങൾക്ക് നഷ്ടപ്പെട്ട സകലതും നിങ്ങൾക്ക് തിരികെ നൽകും. And He will make you stronger than before. ദൈവം മുൻപത്തേക്കാൾ നിങ്ങളെ ശക്തരാക്കി തീർക്കും. You'll become strong and powerful by the power of God. ദൈവത്തിന്റെ ശക്തിയാൽ നിങ്ങൾ അതിശക്തരും ബലശാലികളുമായി തീരും. The name of the Lord is a strong tower. ദൈവത്തിന്റെ നാമം ബലമുള്ള ഗോപുരമാണ്. The righteous run into it and are saved. നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നു. So He will make you stronger than before. ആകയാൽ മുൻപത്തേക്കാൾ അധികം ദൈവം നിങ്ങളെ ശക്തരാക്കി തീർക്കും. Ever before. മുൻപെങ്ങുമില്ലാത്ത വിധത്തിൽ നിങ്ങളെ ശക്തരാക്കി തീർക്കും. And then He will set you firmly in place. പിന്നീട് ദൈവം നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. Yes, He will set you in families. അതെ, ദൈവം നിങ്ങളെ കുടുംബങ്ങളിൽ ഉറപ്പിക്കും. He will set you in homes. ദൈവം നിങ്ങളെ ഭവനങ്ങളിൽ He will ഉറപ്പിക്കും. set you in your profession and your career. ദൈവം നിങ്ങളെ ഉദ്യോഗത്തിലും കരിയറിലും ഉറപ്പിക്കും. He will set you in your studies. ദൈവം പഠനത്തിൽ നിങ്ങളെ ഉറപ്പിക്കും. He will set you in your ministries. ദൈവം ശുശ്രൂഷകളിൽ നിങ്ങളെ ഉറപ്പിക്കും. And this verse says, He will build you up. ഈ വചനം പറയുന്നു, ദൈവം നിങ്ങളെ പടുത്തുയർത്തും. He will build you up as God's chosen vessel. ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട മാനപാത്രമായി ദൈവം നിങ്ങളെ പടുത്തുയർത്തും. He will build you up as God's palace. ദൈവത്തിന്റെ രാജധാനിയായി ദൈവം നിങ്ങളെ പടുത്തുയർത്തും. You will be a city on the hill. നിങ്ങൾ മലമുകളിലെ ഒരു പട്ടണമായിരിക്കും. This is the promise that awaits us. ഈ വാഗ്ദത്തമാണ് നമ്മെ കാത്തിരിക്കുന്നത്. Shall we say, thank you, Jesus? നമുക്ക് യേശുവേ നന്ദി എന്ന് പറയാം. We receive this grace, Lord. യേശുവേ, ഞങ്ങൾ ഈ കൃപ സ്വീകരിക്കുന്നു. Thank you. You have considered all our suffering.
അങ്ങ് ഞങ്ങളുടെ കഷ്ടങ്ങളെല്ലാം കണക്കിലെടുത്തിരിക്കുന്നു. നന്ദി. Now you're going to restore. ഇപ്പോൾ അങ്ങ് ഞങ്ങളെ പുനരുദ്ധരിക്കുവാൻ പോകുന്നു. And you're going to powerfully restore us. അങ്ങ് ഞങ്ങളെ ശക്തിയോടെ പുനരുദ്ധരിക്കുവാൻ പോകുന്നു. You're going to make us stronger than before. അങ്ങ് മുൻപെങ്ങുമില്ലാത്ത വിധത്തിൽ ഞങ്ങളെ ശക്തരാക്കി തീർക്കുവാൻ പോകുന്നു. And you are going to set us in a firm place. അങ്ങ് ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിക്കുവാൻ പോകുന്നു. And you're going to build us up as your living stones. അങ്ങയുടെ ജീവനുള്ള ശിലകളായി അങ്ങ് ഞങ്ങളെ പടുത്തുയർത്തുവാൻ പോകുന്നു. As your magnificent jewels. അങ്ങയുടെ പ്രൗഢഗംഭീരമായ ആഭരണങ്ങൾ എന്ന പോലെ, A crown of splendor. ഒരു ഭംഗിയുള്ള കിരീടമെന്ന പോലെ, A royal diadem. ഒരു രാജമുടി എന്ന പോലെ, The place and the palace of the king. രാജാവിന്റെ കൊട്ടാരവും സ്ഥലവും എന്ന പോലെ. Wow, it's going to be wonderful, Lord. കർത്താവേ, അത് അത്ഭുതകരമായി തീരുവാൻ പോകുന്നു. And you're going to personally do it in our lives. അങ്ങ് വ്യക്തിപരമായി ഞങ്ങളുടെ ജീവിതത്തിൽ അത് ചെയ്യുവാൻ പോകുന്നു. We are grateful. ഞങ്ങൾ അങ്ങയോട് നന്ദിയുള്ളവരാണ്. We surrender. ഞങ്ങൾ ഞങ്ങളെ തന്നെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. We are so happy that you have considered us today. അങ്ങിന്ന് ഞങ്ങളെ പരിഗണിച്ചതിനാൽ ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ്. Help us to walk with you അങ്ങയോടൊപ്പം നടക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. all through this year. ഈ വർഷം മുഴുവൻ We give you all the glory. സകല മഹത്വവും അങ്ങേക്ക് കരേറ്റുന്നു. In Jesus' name. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ. My precious friend, എന്റെ വിലയേറിയ സ്നേഹിത, today's promise is from Job 22 and verse 28. യോബ് 22:28 നിന്നുള്ള വചനമാണ് ഇന്നത്തെ വാഗ്ദത്ത വചനം. Whatever you decide on will be done. നീ ഒരു കാര്യം നിരൂപിക്കും, അത് നിനക്ക് സാധിക്കും. And light will shine on your ways. നിന്റെ വഴികളിൽ വെളിച്ചം പ്രകാശിക്കും. Whatever you decide, it will be done. നീ ഒരു കാര്യം നിരൂപിക്കും, അത് നിനക്ക് സാധിക്കും. And light will shine on your ways. നിന്റെ വഴികളിൽ വെളിച്ചം പ്രകാശിക്കും. God is going to give you the strength, the boldness to decide as to what you're going to do and what you're going to receive. നിങ്ങൾ എന്താണ് ചെയ്യുവാൻ പോകുന്നത്, എന്താണ് പ്രാപിക്കുവാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് തീരുമാനിക്കുവാനുള്ള ശക്തിയും ധൈര്യവും ദൈവം നിങ്ങൾക്ക് നൽകുവാൻ പോകുന്നു. And whatever you decide, നിങ്ങൾ എന്തു തന്നെ തീരുമാനിച്ചാലും it will be done from heaven. അത് സ്വർഗത്തിൽ നിന്ന് നിങ്ങൾക്ക് സാധിപ്പിച്ചു തരും. Because the Lord has said, whatever you ask in my name, it will be done by my Father in heaven. കാരണം എന്റെ നാമത്തിൽ നിങ്ങൾ യാചിക്കുന്നതൊക്കെയും പിതാവ് നിങ്ങൾക്ക് ചെയ്തു തരുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. God's favor, God's light will shine on your ways. ദൈവത്തിന്റെ കൃപയും വെളിച്ചവും നിങ്ങളുടെ വഴികളിൽ പ്രകാശിക്കും. The steps of a righteous person are ordered of the Lord. നീതിമാനായ ഒരു വ്യക്തിയുടെ ഗമനം യഹോവ സ്ഥിരമാക്കുന്നു. When will this happen? എപ്പോഴാണ് ഇത് സംഭവിക്കുന്നത്? Go to the previous verse. അതിന് മുൻപുള്ള വാക്യം വായിച്ചു നോക്കുവിൻ. Verse 27. 27-ാമത്തെ വാക്യം. When you pray to the Lord നിങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ and tell him, Lord, show me my way. കർത്താവേ, എന്റെ വഴി എനിക്ക് കാണിച്ചു തരയണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ, Which way should I go? ഞാൻ ഏതു വഴിയിലൂടെ പോകണം? That's what Moses asked the Lord. അതാണ് മോശ ദൈവത്തോട് ചോദിച്ചത്. Show me your way. അങ്ങയുടെ വഴി എനിക്ക് കാണിച്ചു തരയണമേ. Show me your way. അങ്ങയുടെ വഴി എനിക്ക് കാണിച്ചു തരയണമേ. I do not know which way to go. ഏതു വഴിയിലൂടെ പോകണമെന്ന് എനിക്കറിയില്ല. One side I see so much of prosperity. ഒരു ഭാഗത്ത് ഞാൻ അത്യധികം സമൃദ്ധി കാണുന്നു. But then it takes people into the lust, into the pleasures of the world. എന്നാൽ അത് ജനങ്ങളെ ജഡമോഹങ്ങളിലേക്ക് തള്ളിയിടുന്നു. The other side, I see so much of wilderness. മറുഭാഗത്ത് ഞാൻ വിജനമായ ഭൂമി കാണുന്നു. When I see it, fear grips my soul. അത് കാണുമ്പോൾ എൻ്റെ ആത്മാവിനെ ഭയം പിടികൂടുന്നു. How will I go? ഞാൻ എങ്ങനെ ആ വഴിയിലൂടെ യാത്ര ചെയ്യും? What will happen to me if I walk that way? ആ വഴിയിലൂടെ നടന്നാൽ എനിക്ക് എന്ത് സംഭവിക്കും? What will happen to my family if I lead them in that way? ഞാൻ ആ വഴിയിലൂടെ എൻ്റെ കുടുംബത്തെ നയിച്ചാൽ അവർക്ക് എന്ത് സംഭവിക്കും? I do not know which way to go, Lord. ഏതു വഴിയിലൂടെ പോകണമെന്ന് എനിക്കറിയില്ല. Show me your ways. അങ്ങയുടെ വഴി എനിക്ക് കാണിച്ചു തരണമേ. And the Lord God said to Moses, അപ്പോൾ യഹോവയായ കർത്താവ് മോശയോട് പറഞ്ഞു, Moses, I am not going to show you the way. മോശെ, ഞാൻ നിനക്ക് വഴി കാണിച്ചു തരുവാൻ പോകുന്നില്ല. I am going to go before you. ഞാൻ നിനക്ക് മുൻപാകെ പോകുവാൻ പോകുന്നു. And you will have rest.
നിനക്ക് സ്വസ്ഥതയുണ്ടാകും. I will show you the way by personally going before you. വ്യക്തിപരമായി നിനക്ക് മുൻപാകെ പോയി ഞാൻ നിനക്ക് വഴി കാണിച്ചു തരും. My friends, when God goes before us, സ്നേഹിതന്മാരെ, ദൈവം നമുക്ക് മുൻപാകെ പോകുമ്പോൾ all the crooked paths straighten, സകല ദുർഘടങ്ങളും നിരപ്പാകും. and all the treasures and the riches comes from the darkness and falls before us. അന്ധകാരത്തിൽ നിന്ന് സകല നിക്ഷേപങ്ങളും ഗുപ്തനിധികളും നമുക്ക് മുൻപിൽ തെളിഞ്ഞു വരും. Isaiah 45 and verse 2 and 3 say, യെശയ്യാവ് 45 2-3 വാക്യങ്ങൾ അങ്ങനെ പറയുന്നു. and Jesus said, യേശു ക്രിസ്തു പറഞ്ഞു, I am the way. ഞാനാകുന്നു വഴി. John 14 and verse 6. യോഹന്നാൻ 14 വാക്യം, My children, എൻ്റെ കുഞ്ഞുങ്ങളെ, I myself will lead you. ഞാൻ തന്നെ നിങ്ങളെ വഴി നടത്തും. But I am the way. എന്നാൽ ഞാനാകുന്നു വഴി. You will have to walk on me. ഞാൻ നടക്കുന്ന വഴിയിൽ നിങ്ങൾ നടക്കണം. That's why Jesus went to the cross. അതുകൊണ്ടാണ് യേശു ക്രിസ്തു ക്രൂശുമരണത്തിന് തയ്യാറായത്. Offered himself as a sacrifice. യേശു തന്നെത്താൻ ഒരു യാഗബലിയായി അർപ്പിച്ചു. And bore all the sufferings and pain that the world may give for everyone who walks in righteousness. നീതിയോടെ ജീവിക്കുന്നവർക്ക് ലോകം നൽകുന്ന സകല വേദനകളും കഷ്ടങ്ങളും യേശുക്രിസ്തു തന്റെ മേൽ വഹിച്ചു. When they said, crucify him, even though he was righteous. യേശു നീതിമാനായിരുന്നുവെങ്കിലും അവർ അവനെ ക്രൂശിക്ക എന്ന് പറഞ്ഞപ്പോൾ, And again he went to the cross and suffered for all the curses brought by those who commit sin. പിന്നെയും പാപം ചെയ്തവർ നിമിത്തമുണ്ടായ ശാപം തന്റെ മേൽ വഹിക്കുന്നതിനായി യേശു ക്രൂശിൽ കഷ്ടം സഹിച്ചു. Even though he knew no sin. യേശു പാപമൊന്നും അറിഞ്ഞിരുന്നില്ല എങ്കിലും Today he bears the wounds for the sufferings of the wicked and the sufferings of the righteous too. ഇന്ന് ദുഷ്ടന്മാരുടെയും നീതിമാന്മാരുടെയും കഷ്ടങ്ങൾ നിമിത്തം യേശുവിനെ മുറിവേൽക്കുന്നു. And he says, come to me, my children. യേശു പറയുന്നു, എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ. All you that labor and are heavy laden, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, I will give you rest. ഞാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകാം. You can walk on me. നിങ്ങൾക്ക് എൻ്റെ മേൽ നടക്കാം. I am the way. ഞാനാകുന്നു വഴി. I have suffered for you. ഞാൻ നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടു. You don't need to suffer. നിങ്ങൾ കഷ്ടപ്പെടേണ്ടതില്ല. Enjoy the healing. നിങ്ങൾ രോഗശാന്തി ആസ്വദിക്കുവിൻ. Enjoy the forgiveness of sin. പാപക്ഷമ ആസ്വദിക്കുവിൻ. Enjoy the prosperity. സമൃദ്ധി ആസ്വദിക്കുവിൻ. Enjoy the victory that I have brought in over the evil powers. ദുഷ്ടശക്തികളുടെ മേൽ ഞാൻ നേടിയ വിജയം നിങ്ങൾ ആസ്വദിക്കുവിൻ. Walk over me. എൻ്റെ മേൽ നടക്കുവിൻ. I am the way. ഞാനാകുന്നു വഴി. My friends, what a great joy we have in Jesus. സ്നേഹിത, യേശുവിൽ നമുക്ക് എത്ര വലിയ സന്തോഷമാണുള്ളത്. What a friend we have in Jesus. All our sins and griefs to bear. What a privilege to carry everything to God in prayer. Oh, what peace we often forfeit. Oh, what needless pain we bear. All because we do not carry everything to God in prayer. Everything to God in prayer. There is a way for you. സ്നേഹിത, നിങ്ങൾക്ക് വേണ്ടി ഒരു വഴി ഒരുക്കിയിട്ടുണ്ട്. Decide to walk in the way Jesus Christ himself. യേശുക്രിസ്തു എന്ന വഴിയിലൂടെ തന്നെ നടക്കുവാൻ നിങ്ങൾ തീരുമാനിക്കുവിൻ. He is the way. യേശുവാകുന്നു വഴി. Let's not look to the world. നമുക്കിനി ലോകത്തിലേക്ക് നോക്കാതിരിക്കാം. Let's not look to the devil. നമുക്ക് പിശാചിനെ നോക്കാതിരിക്കാം. Let's not look to ourselves. നമുക്ക് നമ്മിലേക്ക് തന്നെ നോക്കാതിരിക്കാം. Look at Jesus. യേശുവിങ്കിലേക്ക് നോക്കുവിൻ. Cast your burdens on the Lord. നിങ്ങളുടെ ഭാരങ്ങൾ ദൈവത്തിൽ ചുമത്തുവിൻ. Put your trust on the Lord Jesus. യേശുക്രിസ്തുവിൽ നിങ്ങൾ വിശ്വാസം അർപ്പിക്കുവിൻ. And decide to walk in His way. Walk in Him. യേശുവിന്റെ വഴികളിൽ നടക്കുവാൻ തീരുമാനിക്കുവിൻ. We have our being in Him. നമ്മുടെ അസ്തിത്വം യേശുവിലാണ്.
Let us do that. നമുക്ക് അപ്രകാരം ചെയ്യാം. Now, ഇപ്പോൾ many times we decide many things on our own. പലപ്പോഴും സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ പലതും തീരുമാനിക്കുന്നു. Even though we say we belong to Christ, നമ്മൾ യേശുവിന് സ്വന്തമായവരാണെന്ന് നമ്മൾ പറയാറുണ്ടെങ്കിലും decisions concerning our personal lives are taken without praying to God. വ്യക്തിപരമായ നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കാതെ നമ്മൾ എടുക്കുന്നു. And it ends up in futility. അത് ഫലശൂന്യതയിൽ അവസാനിക്കുന്നു. David took a decision without praying to God. ദൈവത്തോട് പ്രാർത്ഥിക്കാതെ ദാവീദ് ഒരു തീരുമാനമെടുത്തു. This was concerning his married life. അത് അവന്റെ വിവാഹ ജീവിതത്തെക്കുറിച്ചുള്ള തീരുമാനമായിരുന്നു. 1 Samuel 18 and verse 26. 1 ശമൂവേൽ 18:26 വാക്യം. David decided it would be a good thing to become the king's son-in-law. രാജാവിന്റെ മരുമകനായി തീരുന്നത് നല്ലൊരു കാര്യമാണെന്ന് ദാവീദ് തീരുമാനിച്ചു. And the next line says, അടുത്ത വരി ഇപ്രകാരം പറയുന്നു: before the time was up. അവധി കഴിയുന്നതിന് മുൻപേ. Of course, it continues into something else. തീർച്ചയായും അത് മറ്റൊരു കാര്യത്തിലേക്കാണ് തുടരുന്നത്. My friend, എന്റെ സ്നേഹിത, David decided for himself. ദാവീദ് തന്നെ തനിക്ക് വേണ്ടി ഒരു തീരുമാനമെടുത്തു. David decided for his married life തന്റെ വിവാഹ ജീവിതത്തിന് വേണ്ടിയുള്ള തീരുമാനം ദാവീദ് എടുത്തു without praying to God. ദൈവത്തോട് പ്രാർത്ഥിക്കാതെ. He said it will be a good thing to become the king's son-in-law. രാജാവിന്റെ മരുമകനായി തീരുന്നത് നല്ലൊരു കാര്യമാണെന്ന് അവൻ പറഞ്ഞു. I'll have power. എനിക്ക് അധികാരമുണ്ടാകും. I'll have possessions. എനിക്ക് സ്ഥാനമാനങ്ങളുണ്ടാകും. I don't need to sit in the wilderness and walk behind the sheep and be a lonely person forsaken by everyone. രാജാവിന്റെ മരുമകനായി തീർന്നാൽ ഞാൻ ആടുകളെ മേച്ച് മരുഭൂമിയിൽ അലഞ്ഞു തിരിയേണ്ടതില്ല. എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട ഒരു ഏകാഗിയാകേണ്ടതില്ല. If I am the king's son-in-law, everybody will be at my beck and call. ഞാൻ രാജാവിന്റെ മരുമകനായി തീർന്നാൽ ഞാൻ വിളിച്ചാൽ എല്ലാവരും കേൾക്കും. എല്ലാവരും എൻ്റെ അരികിൽ ഓടിവരും. Who knows? I may become king easily. ഞാൻ രാജാവായി തീരില്ലെന്ന് ആർ കണ്ടു? Yes, it will be a smooth ride to become king. അതെ, രാജാവായി തീരുവാനുള്ള എളുപ്പമാർഗമാണിത്. But alas, his decision was not God's decision. എന്നാൽ അയ്യോ, അവന്റെ തീരുമാനം ദൈവത്തിന്റെ തീരുമാനമായിരുന്നില്ല. He married the king's daughter. അവൻ രാജാവിന്റെ മകളെ വിവാഹം കഴിച്ചു. But she had no children. എന്നാൽ അവൾക്ക് കുഞ്ഞുങ്ങളുണ്ടായില്ല. She despised him. അവൾ അവനെ നിന്ദിച്ചു. Even though in the beginning she loved ആരംഭത്തിൽ അവൾ അവനെ സ്നേഹിച്ചിരുന്നുവെങ്കിലും But when she saw David dancing before the Lord and loving the Lord more than anyone in his life, she despised him. എന്നാൽ ജീവിതത്തിൽ മറ്റെന്തിനേക്കാളും അധികമായി ദാവീദ് ദൈവത്തെ സ്നേഹിക്കുന്നത് കണ്ടപ്പോൾ, ദൈവത്തിന്റെ മുൻപാകെ നൃത്തം ചെയ്യുന്നത് കണ്ടപ്പോൾ അവൾ അവനെ പുച്ഛിച്ചു. Because David decided himself to become the king's son-in-law. കാരണം രാജാവിന്റെ മരുമകനായി തീരുവാനുള്ള തീരുമാനം ദാവീദ് സ്വയം എടുത്തു. But that was not the end. എന്നാൽ അത് അവസാനമായിരുന്നില്ല. The king, instead of honoring him, became jealous of him. അവനെ മാനിക്കുന്നതിന് പകരം രാജാവിന് അവനോട് അസൂയ തോന്നി. He said, this man is becoming more powerful and more loved by everyone in my kingdom than me. രാജാവ് പറഞ്ഞു, എൻ്റെ സാമ്രാജ്യത്തിലെ എല്ലാവരും എന്നേക്കാളധികം ഇവനെ സ്നേഹിക്കുന്നു. ഇവൻ എന്നേക്കാളധികം ശക്തനായി തീരുന്നു. And he followed just that one David with his whole army to kill David. പിന്നീട് ദാവീദിനെ കൊല്ലുവാൻ തന്റെ സൈന്യത്തെ മുഴുവൻ കൂട്ടി രാജാവ് ദാവീദിനെ പിന്തുടരുന്നു. David did not have the king's palace to live in, but was chased away into the wilderness. ദാവീദിനെ രാജകൊട്ടാരത്തിൽ താമസിക്കാനായില്ല. അവൻ മരുഭൂമിയിലേക്ക് തുരത്തപ്പെട്ടു. David did not have pomp and glory, but he was without peace with the fear of death following him every moment of his life. ദാവീദിന് യാതൊരു മഹത്വവും ലഭിച്ചില്ല. അവൻ മരണഭീതിയോടുകൂടി എല്ലായ്പ്പോഴും ഓടി ഒളിച്ചുകൊണ്ടിരുന്നു. David did not have the king's authority and the warriors to support him and protect ദാവീദിന് രാജകീയമായ അധികാരങ്ങൾ ഉണ്ടായിരുന്നില്ല. അവനെ സഹായിക്കുവാൻ സംരക്ഷിക്കുവാൻ ഭടന്മാരുണ്ടായിരുന്നില്ല. Every moment he lived in fear whether his own people would be killed. ഓരോ നിമിഷവും തന്റെ സ്വന്തം ജനം തന്നെ കൊന്നുകളയുമെന്ന ഭീതിയോടുകൂടി അവൻ ജീവിച്ചു. Whether his family members would be killed. തന്റെ കുടുംബാംഗങ്ങൾ കൊല്ലപ്പെടുമോ? Because he decided himself
to become the king's son-in-law. ഇതിനെല്ലാം കാരണം രാജാവിന്റെ മരുമകനാകുവാൻ അവൻ തന്നെ തീരുമാനിച്ചു. And said, that is the good thing for me. അവൻ പറഞ്ഞു, അതായിരിക്കും എനിക്ക് നല്ല കാര്യമെന്ന്. He never waited in prayer before God to show him how God had planned. തന്നെ രാജാവാക്കുന്നതിനുള്ള ദൈവിക പദ്ധതികൾ അറിയുന്നതിനെ അവൻ ദൈവമുൻപാകെ കാത്തിരുന്ന് പ്രാർത്ഥിച്ചില്ല. God had another way. ദൈവത്തിന് മറ്റൊരു മാർഗമുണ്ടായിരുന്നു. But David did not follow God's way. എന്നാൽ ദാവീദ് ദൈവത്തിന്റെ മാർഗത്തെ പിന്തുടർന്നില്ല. That's why he had to suffer. അതുകൊണ്ടാണ് അവൻ കഷ്ടപ്പെടേണ്ടി വന്നത്. And later on, finally when he repented, or God made him king. അവസാനം അവൻ തന്റെ തെറ്റുകളോർത്ത് അനുതപിച്ചപ്പോൾ ദൈവം തന്നെ അവനെ രാജാവാക്കി തീർത്തു. In your life too, my സ്നേഹിത, നിങ്ങളുടെ ജീവിതത്തിലും അത് സംഭവിക്കും. Today, say, Lord, give me the grace to pray. എന്ന് പറയുവിൻ, കർത്താവേ, എനിക്ക് പ്രാർത്ഥിക്കുവാനുള്ള കൃപ നൽകണമേ. Every day, എല്ലാ ദിവസവും, every moment, എല്ലാ നിമിഷവും to take a decision to walk in your ways. അങ്ങയുടെ വഴികളിൽ നടക്കുന്നതിനുള്ള തീരുമാനം എടുക്കുന്നതിനെ I must take that decision to hear your voice and do everything, Lord. അങ്ങയുടെ സ്വരം കേട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്ന തീരുമാനം ഞാൻ എടുക്കണം. I must live only for you, Lord, for your purpose in this world. കർത്താവേ, അങ്ങേക്ക് വേണ്ടി മാത്രം, അങ്ങയുടെ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി മാത്രം എനിക്ക് ഈ ലോകത്തിൽ ജീവിക്കണം. So that all the goodness will be added unto you. നിങ്ങൾ അപ്രകാരം ചെയ്യുമ്പോൾ സകല നന്മകളും നിങ്ങൾക്ക് ലഭിക്കും. And you will have righteousness. നിങ്ങൾക്ക് നീതിയുണ്ടാകും. You'll have peace. നിങ്ങൾക്ക് സമാധാനമുണ്ടാകും. And you will have all the blessings and possessions through the joy of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ആനന്ദത്തിലൂടെ നിങ്ങൾക്ക് സകല സന്തോഷവും സ്ഥാനമാനങ്ങളും ഉണ്ടാകും. David took a decision to walk in his own desires. സ്വന്തം ആഗ്രഹങ്ങൾ അനുസരിച്ച് ജീവിക്കുവാനുള്ള തീരുമാനം ദാവീദ് എടുത്തു. But 1 Samuel 20:33 says the king decided to put him to death. എന്നാൽ 1 ശമൂവേൽ 20:33 പറയുന്നു, ശൗൽ രാജാവ് അവനെ കൊല്ലുവാൻ തീരുമാനിച്ചുവെന്ന്. My friends, എൻ്റെ പ്രിയ സ്നേഹിതന്മാരെ, let's wait to hear God's voice. നമുക്ക് ദൈവത്തിന്റെ സ്വരം കേൾക്കുവാൻ കാത്തിരിക്കാം. Look at Joseph in the Bible. വേദപുസ്തകത്തിൽ യോസേഫിനെ നോക്കുവിൻ. In Matthew 1:19, മത്തായി 1:19 when he found that Mary, to whom he was betrothed, became pregnant even before the marriage. വിവാഹത്തിന് മുൻപ് തന്നെ തനിക്ക് നിശ്ചയിക്കപ്പെട്ട കന്യകയായ മറിയ ഗർഭം ധരിച്ചിരിക്കുന്നു എന്നവൻ അറിഞ്ഞപ്പോൾ, Since he was a righteous man, അവൻ നീതിമാനായിരുന്നതുകൊണ്ട് he did not want to disgrace her, അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവൻ ആഗ്രഹിച്ചില്ല. but he decided to divorce her secretly. എന്നാൽ രഹസ്യത്തിൽ അവളെ ഉപേക്ഷിക്കുവാൻ അവൻ തീരുമാനിച്ചു. But he was righteous. എന്നാൽ അവൻ നീതിമാനായിരുന്നു. And because he decided to follow the righteous ways of God, ദൈവത്തിന്റെ നീതിയുള്ള മാർഗം പിന്തുടരുവാൻ അവൻ തീരുമാനിച്ചതുകൊണ്ട് God sent an angel to him ദൈവം ഒരു ദൂതനെ അവന്റെ അടുക്കലേക്ക് അയച്ചു. and saved him അവനെ രക്ഷിച്ചു. and stopped him from committing a mistake ഒരു തെറ്റ് ചെയ്യുന്നതിൽ നിന്ന് അവനെ തടുത്തു നിർത്തി. and made him receive Mary, which was beyond human comprehension, but was God's decision. മാനുഷികമായ ചിന്തകൾക്ക് അതീതമായി ദൈവത്തിന്റെ തീരുമാനമെന്ന നിലയിൽ മറിയയെ സ്വീകരിക്കുവാൻ അവനെ പ്രാപ്തനാക്കി. He did not question anything about Mary. He just accepted her because God's guidance, God's ways came to him through the angel of God. മറിയയെക്കുറിച്ച് അവൻ ഒരു ചോദ്യവും ചോദിച്ചില്ല. അവൻ അവളെ സ്വീകരിച്ചു. കാരണം ദൈവത്തിന്റെ നിർദ്ദേശം ദൂതൻ മുഖാന്തരം അവന് ലഭിച്ചു. And he was the companion to Mary, encouraging her and supporting her to give birth to God in flesh, Jesus പിന്നീട് Christ. അവൻ മറിയയുടെ കൂട്ടുകാരനായി ജഡത്തിൽ അവതരിച്ച ദൈവമായ യേശുവിന് ജന്മം നൽകുവാൻ അവൻ മറിയയെ പ്രോത്സാഹിപ്പിച്ചു. What a great honor Joseph had. യോസെഫിന് എത്ര വലിയ മഹത്വമാണ് ലഭിച്ചത്. He was called ever as a righteous അവൻ man. എന്നേക്കും നീതിമാൻ എന്ന് വിളിക്കപ്പെട്ടു. Even today, God has his own ways, my friends. ഇന്നും സ്നേഹിതന്മാരെ, ദൈവത്തിന് ദൈവത്തിൻ്റെതായ വഴികളുണ്ട്. In our eyes, some of the things that come to us may seem good things. നമ്മെ തേടി വരുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ദൃഷ്ടികളിൽ നമുക്ക് നല്ലതായി തോന്നാം. And the steps may be so short for us to rise up to kingly glory in the ലോകത്തിൽ world. രാജകീയ മഹത്വത്തിലേക്ക് ഉയരുന്നതിനുള്ള വഴികൾ നമുക്ക് മുൻപിൽ വളരെ ചെറിയതായിരിക്കാം. We may
decide to take those human ഒരുപക്ഷെ steps, മാനുഷികമായ ആ വഴികൾ സ്വീകരിക്കുവാൻ നാം തീരുമാനിച്ചേക്കാം. but it may not be. എന്നാൽ അത് ദൈവത്തിൽ നിന്നുള്ളതായിരിക്കണമെന്നില്ല. Let us pray. നമുക്ക് പ്രാർത്ഥിക്കാം. Let us pray നമുക്ക് പ്രാർത്ഥിക്കാം. and seek the ways of the Lord. ദൈവത്തിന്റെ വഴികൾ കണ്ടെത്താം. Every way that we have to walk is hidden in നമ്മൾ Jesus, നടക്കേണ്ട ഓരോ വഴികളും യേശുവിൽ മറഞ്ഞിരിക്കുന്നു. and it will take us into the path which Jesus has already prepared for us through his sacrifice on the cross. അത് ക്രൂശിലെ യാഗബലിയിലൂടെ യേശുക്രിസ്തു നമുക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന വഴികളിലേക്ക് നമ്മെ നയിക്കും. It will bring us to the royal throne, അത് രാജകീയ സിംഹാസനങ്ങളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകും. but we will be full of righteousness, എന്നാൽ നമ്മൾ നീതിയാൽ നിറഞ്ഞിരിക്കണം. full of peace, അതുപോലെ സമാധാനത്താലും full of joy in the Holy Spirit, പരിശുദ്ധാത്മാവിൽ സന്തോഷത്താലും. according to Romans 14:17, റോമർ 14:17 പ്രകാരം as we climb that throne of glory in the world. നമ്മൾ ഈ ലോകത്തിൽ ആ മഹത്വത്തിന്റെ സിംഹാസനത്തിലേക്ക് കരേറുമ്പോൾ. So take a decision in the Lord in prayer, ആകയാൽ പ്രാർത്ഥനയിൽ ദൈവത്തിൽ ഒരു തീരുമാനമെടുക്കുവിൻ. and the Lord's ways will open this year for you. അപ്പോൾ ഈ വർഷം ദൈവത്തിന്റെ വഴികൾ നിങ്ങൾക്കായി തുറക്കപ്പെടും. And this month will be glorious. ഈ മാസം മഹനീയമായ മാസമായിരിക്കും. You'll have a path, as Solomon said, ശലോമോൻ പറഞ്ഞതുപോലെ ഒരു വഴി നിങ്ങൾക്ക് മുൻപിൽ തുറക്കപ്പെടും. 1 Kings 5:4-5. 1 രാജാക്കന്മാർ 5:4-5. God has given me peace on every side, and there is no ഇപ്പോൾ ഒരു adversity. പ്രതിയോഗിയോ വിഘ്നമോ ഇല്ല. എന്റെ ദൈവമായ യഹോവ ചുറ്റും എനിക്ക് സ്വസ്ഥത നൽകിയിരിക്കുന്നു. Has enabled me to take a decision to build his. ദൈവത്തിന്റെ ആലയം പണിതുയർത്തണമെന്നുള്ള തീരുമാനമെടുക്കുവാൻ ദൈവം എന്നെ You പ്രാപ്തനാക്കിയിരിക്കുന്നു. shall be God's temple. നിങ്ങൾ ദൈവത്തിന്റെ ആലയമായിരിക്കും. You will build yourself, നിങ്ങൾ നിങ്ങളെ തന്നെ പടുത്തുയർത്തും. and the Holy Spirit will build you up പരിശുദ്ധാത്മാവ് നിങ്ങളെ പടുത്തുയർത്തും. and keep you secure, നിങ്ങളെ സുരക്ഷിതമായി കാത്തുസൂക്ഷിക്കും. establish you powerfully, നിങ്ങളെ ശക്തിയോടെ ഉറപ്പിക്കും. and make you God's honored temple to carry him with glory. ദൈവത്തെ വഹിക്കുവാൻ നിങ്ങളെ ദൈവത്തിന്റെ തേജസ്സേറിയ ആലയമാക്കി മാറ്റും. He will carry you with glory in your life. ജീവിതത്തിൽ നിങ്ങൾക്ക് തേജസ് നൽകി ദൈവം നിങ്ങളെ വഹിക്കും. Your life will be full of ഈ glory. വർഷം നിങ്ങളുടെ ജീവിതം മുഴുവൻ തേജസ്സിനാൽ നിറഞ്ഞിരിക്കും. Let not your heart be troubled. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. Shall we look to him right now നമുക്കിപ്പോൾ ദൈവത്തിങ്കിലേക്ക് നോക്കാം. and seek his face? ദൈവത്തിന്റെ മുഖം അന്വേഷിച്ച് കണ്ടെത്താം. Father, പിതാവേ, show us your way. അങ്ങയുടെ വഴികൾ ഞങ്ങൾക്ക് കാണിച്ചു We തരണമേ. acknowledge you are the way, Lord യേശുവേ, Jesus. അങ്ങാകുന്നു വഴിയെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. We surrender ourselves. ഞങ്ങൾ ഞങ്ങളെ തന്നെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. This year help us to be one with you, Lord Holy ഈ Spirit. വർഷം പരിശുദ്ധാത്മാവെ അങ്ങയുടെ ഏകാത്മാവായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. Walk in the way which Jesus has prepared through the sacrifice he has made for us on the cross. ക്രൂശിലെ യാഗബലിയിലൂടെ യേശു ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന പാതയിലൂടെ നടക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. And this year, Lord, കർത്താവേ, ഈ വർഷം establish us powerfully. ഞങ്ങളെ ശക്തിയോടെ ഉറപ്പിക്കണമേ. Build us up. ഞങ്ങളെ പടുത്തുയർത്തണമേ. Powerfully restore. ശക്തമായി ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. And give us days of peace. ഞങ്ങൾക്ക് സമാധാനം നിറഞ്ഞ ദിനങ്ങൾ നൽകണമേ. Joy in the Holy Spirit. പരിശുദ്ധാത്മാവിൽ സന്തോഷം നൽകണമേ. Walking in righteousness. നീതിയോടെ നടക്കുവാൻ സഹായിക്കണമേ. Thank you for this blessing, Lord. ഈ അനുഗ്രഹത്തിനായി നന്ദി. In Jesus' name. യേശുവിന്റെ നാമത്തിൽ. Amen. ആമേൻ. God bless you, dear friends. സ്നേഹിതന്മാരെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. My precious friend, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ വിലയേറിയ സ്നേഹിത, you heard the promise which God gave us for this month. ഈ മാസത്തേക്ക് ദൈവം നമുക്ക് നൽകിയ വാഗ്ദത്തം നിങ്ങൾ കേട്ടുവല്ലോ. Job 22:28. ഇയ്യോബ് 22:28. What you decide on will be done, നീ ഒരു കാര്യം നിരൂപിക്കും, അത് നിനക്ക് സാധിക്കും. and light will shine on your ways. നിന്റെ വഴികളിൽ വെളിച്ചം പ്രകാശിക്കും. What you decide നീ ഒരു കാര്യം will നിരൂപിക്കും, be done. അത് നിനക്ക് സാധിക്കും. My friend, എൻ്റെ സ്നേഹിത, many times we take decisions in our lives in the flesh. പലപ്പോഴും നമ്മൾ ജീവിതത്തിൽ ജഡീകമായ തീരുമാനങ്ങൾ എടുക്കുന്നു. We take decisions to satisfy our flesh, our pleasures, our നമ്മുടെ ego. ജഡത്തെയും മോഹങ്ങളെയും ഞാനെന്ന ഭാവത്തെയും തൃപ്തിപ്പെടുത്തുവാൻ നമ്മൾ പല തീരുമാനങ്ങളും We say, എടുക്കുന്നു. I have decided to accomplish this or to achieve this or to get this to satisfy my എൻ്റെ desire. ആഗ്രഹങ്ങൾ സഫലമാക്കുന്നതിനു വേണ്ടി ഞാൻ ഈ നേട്ടങ്ങൾ കൈവരിക്കുവാനും
ഇതെല്ലാം സ്വന്തമാക്കുവാനും തീരുമാനിച്ചിരിക്കുന്നു എന്ന് നമ്മൾ പറയുന്നു. Then it may not be God's decision in എന്നാൽ our lives. ഒരുപക്ഷെ അത് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ തീരുമാനങ്ങളായിരിക്കില്ല. That's why God says, your ways are not my അതുകൊണ്ടാണ് ways. ദൈവം പറയുന്നത്, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളല്ല, Your thoughts are not my thoughts. നിങ്ങളുടെ വിചാരങ്ങൾ എൻ്റെ വിചാരങ്ങളുമല്ല. My thoughts are far higher. എൻ്റെ വിചാരങ്ങൾ ഉന്നതമായവയാണ്, My ways are far higher. എൻ്റെ വഴികൾ ഉന്നതമായവയാണ്. Yes, you think you must achieve അതെ, great heights. ജീവിതത്തിൽ ഉന്നത നേട്ടങ്ങൾ കരസ്ഥമാക്കുമെന്ന് നിങ്ങൾ തീരുമാനിക്കുന്നു. But my children, എന്നാൽ എൻ്റെ കുഞ്ഞുങ്ങളെ, the plans that I have for you is much greater, much higher. നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ വിചാരങ്ങൾ വളരെ വളരെ ഉയർന്നവയാണ്. In Isaiah 58:14, the Lord says, I want you to rise up to high places. യെശയ്യാവ് 58:14 യഹോവയായ കർത്താവ് പറയുന്നു, നിങ്ങൾ ഉന്നതങ്ങളിൽ എത്തിച്ചേരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. And find joy in your life. ജീവിതത്തിൽ നിങ്ങൾ സന്തോഷം കണ്ടെത്തണമെന്നും. The joy of the Lord. യഹോവയെങ്കിലെ സന്തോഷം. Yes, we heard about David deciding himself that he should become the king's son-in-law, saying that's a good thing. രാജാവിന്റെ മരുമകനായി തീരുന്നത് നല്ലൊരു കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ദാവീദ് സ്വയം തീരുമാനമെടുക്കുന്നതിനെക്കുറിച്ച് നമ്മൾ വിശദമായി ചിന്തിച്ചുവല്ലോ. He said it'll be a good thing for അവൻ me, പറഞ്ഞു, അതെനിക്ക് നല്ലൊരു കാര്യമായിരിക്കും. from shepherd boy to become the king's son-in-law and to be in a palace. ഇടയ ബാലനായ ഞാൻ രാജാവിന്റെ മരുമകനായി കൊട്ടാരത്തിൽ താമസിക്കുന്നത് It'll be a good thing for me. അതെനിക്ക് വളരെ നല്ല കാര്യമായിരിക്കും. But that was not God's plan for him. എന്നാൽ അവനുള്ള ദൈവത്തിന്റെ പദ്ധതി അതായിരുന്നില്ല. God wanted him to become a king, not a king's son-in-law അവൻ alone. രാജാവിന്റെ മരുമകനല്ല, രാജാവായി തീരണമെന്നതായിരുന്നു ദൈവത്തിന്റെ ആഗ്രഹം. And so he had to go through much trial, tribulation and sorrow and loneliness because of his decision. ആകയാൽ തന്റെ തീരുമാനം നിമിത്തം ദാവീദ് നിരവധി ദുഃഖങ്ങളിലൂടെ കഷ്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നു. Then he submitted to God's decision. പിന്നീട് അവൻ തന്നെത്താൻ ദൈവത്തിന്റെ തീരുമാനത്തിനായി സമർപ്പിച്ചു. After all the struggles, pains and sorrow, he led his life into God's plan, where God made him സകല king. ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും വേദനകൾക്കും ശേഷം അവൻ തന്റെ ജീവിതത്തെ ദൈവിക പദ്ധതിയിലേക്ക് നയിച്ചു. പിന്നീട് ദൈവം അവനെ രാജാവാക്കി. My friend, God has a plan. എന്റെ സ്നേഹിത, ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു പദ്ധതി ഒരുക്കിയിട്ടുണ്ട്. Today, just submit to God through the Holy Spirit to lead you to walk into the decision of God for your life. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലെ ദൈവിക പദ്ധതികളിലേക്ക് നിങ്ങളെ ദൈവം നയിക്കുന്നതിനു വേണ്ടി പരിശുദ്ധാത്മാവിലൂടെ നിങ്ങൾ നിങ്ങളുടെ ജീവിതം ദൈവത്തിന് സമർപ്പിക്കുവിൻ. And when you do that, you will decide to do God's will, and it will be done in your life. നിങ്ങളത് ചെയ്യുമ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ ഹിതം ചെയ്യുവാൻ തീരുമാനിക്കും. അപ്പോൾ ദൈവത്തിന്റെ ഹിതം നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റപ്പെടും. And light will shine on your path. അപ്പോൾ നിങ്ങളുടെ വഴികളിൽ വെളിച്ചം പ്രകാശിക്കും. Your ways will be bright. നിങ്ങളുടെ വഴികൾ ശോഭിക്കും. You'll have peace in your borders. നിങ്ങളുടെ അതിരുകളിൽ സമാധാനമുണ്ടാകും. You'll be satisfied with the finest wheat. മേത്തരമായ ഗോതമ്പ് കൊണ്ട് നിങ്ങൾ തൃപ്തി പ്രാപിക്കും. Psalm 147 and verse 14. സങ്കീർത്തനം 147:14. All right. ശരി, There were some people who decided to do God's will, ദൈവത്തിന്റെ ഹിതം ചെയ്യുവാൻ തീരുമാനിച്ചിരുന്ന ചില വ്യക്തികൾ ഉണ്ടായിരുന്നു. and they were blessed. അവർ അനുഗ്രഹീതരായി. Let's meditate upon them. നമുക്ക് അവരെക്കുറിച്ച് ധ്യാനിക്കാം. 2 Chronicles chapter 20 and verse 2 and 3. 2 ദിനവൃത്താന്തം 20:2-3 വാക്യങ്ങൾ. King Jehoshaphat had a huge army attacking him. യെഹോശഫാത്ത് രാജാവിനെ വലിയൊരു സൈന്യം ആക്രമിക്കുവാൻ വരുന്നത് നമ്മളവിടെ കാണുന്നു. And it was said a huge army is attacking you from the other side of the Dead Sea. ചിലർ വന്ന് അവനോട് പറഞ്ഞു, വലിയൊരു ജനസമൂഹം കടലിനക്കരെ നിന്ന് നിന്റെ നേരെ വരുന്നു. And they are in En-Gedi. അവർ ഏൻഗേദിയിലുണ്ട്. They have come close. അവർ അടുത്തു വരുന്നു. At that time, ആ സമയത്ത് Jehoshaphat decided to seek the Lord's advice. യഹോശഫാത്ത് ഭയപ്പെട്ട് യഹോവയെ അന്വേഷിപ്പാൻ താൽപര്യപ്പെട്ടു. He did not seek the advice of his counselors, his generals, and so on. അവൻ തന്റെ ഉപദേഷ്ടാക്കന്മാരുടെ ആലോചനാ സംഘത്തിന്റെ ഉപദേശങ്ങളൊന്നും തേടിച്ചെന്നില്ല. He decided to seek the Lord's അവൻ advice. യഹോവയുടെ ഉപദേശം അന്വേഷിപ്പാൻ താൽപര്യപ്പെട്ടു. Even today, my friend, ഇന്നും എൻ്റെ പ്രിയ സ്നേഹിത,
The Lord says in Psalm 32 and verse 8, സങ്കീർത്തനം 32:8 കർത്താവ് പറയുന്നു, I will instruct you. ഞാൻ നിന്നെ ഉപദേശിക്കും, I will put my eye upon you. ഞാൻ എൻ്റെ ദൃഷ്ടി നിന്റെ മേൽ വെക്കും, Guide you with my eye. പോകേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും, I will give you counsel. ഞാൻ നിനക്ക് ആലോചന പറഞ്ഞു തരും, And I will protect you in my hiding place. ഞാൻ എൻ്റെ മറവിടത്തിൽ നിന്നെ കാത്തു സൂക്ഷിക്കും, And I will surround you with songs of deliverance. രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് ഞാൻ നിന്നെ ചുറ്റിക്കൊള്ളും. Psalm 32 and verse 7. സങ്കീർത്തനം 32:7. So do not be afraid. ആകയാൽ ഭയപ്പെടേണ്ട, Wait for God's instruction. ദൈവത്തിന്റെ നിർദ്ദേശങ്ങൾക്കായി കാത്തിരിക്കുവിൻ. As Jehoshaphat received the instruction from the Lord to go and face the enemy, പുറപ്പെട്ടു പോയി ശത്രുവിനെ നേരിടുവാനുള്ള ഉപദേശങ്ങൾ യഹോശഫത്ത് ദൈവത്തിൽ നിന്ന് സ്വീകരിച്ചതുപോലെ even then he decided to have the singers praising the Lord go before the army. എന്നിട്ടും സൈന്യത്തിന് മുൻപാകെ പോകുവാൻ, യഹോവയെ പാടി സ്തുതിക്കുവാൻ അവൻ സംഗീതക്കാരെ നിയമിച്ചു. And they were singing, "The Lord is good and his mercies endure forever." അവർ ഇപ്രകാരം പാടിക്കൊണ്ടിരുന്നു, യഹോവയെ സ്തുതിപ്പിൻ, അവന്റെ ദയ എന്നേക്കുമുള്ളതല്ലോ. And the Holy Spirit through that worship went ahead and destroyed the ആ enemy. ആരാധനയിലൂടെ പരിശുദ്ധാത്മാവ് അവർക്ക് മുൻപാകെ ചെന്ന് ശത്രുക്കളെ നശിപ്പിച്ചു. Yes, they fought amongst themselves and ran. അതെ, ശത്രുക്കൾ പരസ്പരം പോരടിച്ച് അവർ എല്ലാവരും നശിച്ചുപോയി. Jehoshaphat just went and plundered them and became very, very prosperous. യഹോശഫാത്ത് ചെന്ന് അവരെ കൊള്ളയിട്ടു സമ്പൽ സമൃദ്ധി പ്രാപിച്ചു. This is the decision you and I need to take. നിങ്ങളും ഞാനും എടുക്കേണ്ട തീരുമാനം ഇതാകുന്നു. Our enemy is against you. ശത്രുക്കൾ നിങ്ങൾക്കെതിരായി വരുന്നുവോ? Our problems against you. പ്രശ്നങ്ങൾ നിങ്ങൾക്കെതിരായി എഴുന്നേൽക്കുന്നുവോ? Have they surrounded you ഇപ്പോൾ now? അവ നിങ്ങളെ ചുറ്റി വളഞ്ഞിരിക്കുന്നുവോ? Don't look to man or run to നിങ്ങൾ people for മനുഷ്യരിലേക്ക് advice. നോക്കരുത്, ഉപദേശത്തിനു വേണ്ടി ജനങ്ങളുടെ അരികിലേക്ക് ഓടിച്ചെല്ലരുത്. Wait to listen to God. ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ കാത്തിരിക്കുവിൻ. He will speak to you. ദൈവം നിങ്ങളോട് സംസാരിക്കും. Father, we pray that you will speak to thy പിതാവേ, children. അങ്ങ് അങ്ങയുടെ മക്കളോട് സംസാരിക്കുന്നതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Open their ears അവരുടെ കാതുകളെ തുറക്കണമേ. and let them hear your voice and know your will in the name of Jesus. യേശുവിന്റെ നാമത്തിൽ അവർ അങ്ങയുടെ ശബ്ദം കേൾക്കട്ടെ, അങ്ങയുടെ ഹിതം തിരിച്ചറിയട്ടെ. Give them the grace to hear your voice. കർത്താവേ, അങ്ങയുടെ ശബ്ദം കേൾക്കുവാൻ അവർക്ക് കൃപ നൽകണമേ. Every fear, every pain that is stopping them from listening to your voice be removed from their spirit. അങ്ങയുടെ സ്വരം കേൾക്കുന്നതിൽ നിന്ന് അവർക്ക് തടസ്സമായി നിൽക്കുന്ന സകല വേദനയും ഭയവും അവരുടെ ആത്മാവിൽ നിന്ന് പിഴുതെറിയപ്പെടട്ടെ. Even now, let the peace of God come into their hearts to enable them to tune to God to hear his voice. ഇപ്പോൾ ദൈവത്തിന്റെ സ്വരം കേൾക്കത്തക്കവണ്ണം അങ്ങയുടെ സമാധാനം അവരുടെ ഹൃദയത്തിലേക്ക് കടന്നു വരട്ടെ. Thank you, Lord, for doing it. കർത്താവെ, അപ്രകാരം ചെയ്യുന്നതിന് നന്ദി. Give them victory amidst all the enemies. സകല ശത്രുക്കൾക്ക് മധ്യത്തിലും അവർക്ക് വിജയം നൽകണമേ. Give them freedom to enjoy the prosperity from today. ഇന്നു മുതൽ സമൃദ്ധി ആസ്വദിക്കുവാൻ അവർക്ക് സ്വാതന്ത്ര്യം നൽകണമേ. Every sickness, every financial trouble, every problem of every attack of wicked people and people who have been with them, let it leave in Jesus' name. സകല പ്രശ്നങ്ങളും സാമ്പത്തിക പ്രയാസങ്ങളും ദുഷ്ടന്മാരുടെ ആക്രമണങ്ങളും യേശുവിന്റെ നാമത്തിൽ അവരെ വിട്ട് പോകട്ടെ. Let them have peace on all sides. സകല വിധത്തിലും അവർക്ക് സമാധാനം ഉണ്ടാകട്ടെ. ആമേൻ. And then there was another person, മറ്റൊരു വ്യക്തിയെക്കുറിച്ച് കൂടി നമുക്ക് നോക്കാം. David, in Psalm 39 and verse 1. സങ്കീർത്തനം 39:1 ദാവീദ് He
നിശബ്ദത നിങ്ങളുടെ ഹൃദയത്തിൽ പ്രബലപ്പെടുമ്പോൾ നിങ്ങളുടെ വാക്കുകളിലൂടെ ദൈവം അവരെ ന്യായം വിധിക്കും. And nobody can convict you of sin. പാപത്തെക്കുറിച്ച് നിങ്ങൾക്ക് ബോധം വരുത്തുവാൻ ആർക്കും That's കഴിയില്ല. why Jesus said, "Can anyone convict me of sin?" അതുകൊണ്ടാണ് പാപത്തെക്കുറിച്ച് എനിക്ക് ബോധം വരുത്തുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയുമെന്ന് യേശു ചോദിച്ചത്. When the chief priests and all the religious groups were crying out to Pilate to crucify Jesus, and Pilate was questioning Jesus in that regard, the Bible says Jesus did not answer them. He never said a word. മഹാപുരോഹിതന്മാരും മതനേതാക്കന്മാരും യേശുവിനെ ക്രൂശിക്കുവാൻ പീലാത്തോസിനോട് നിലവിളിച്ച് പറഞ്ഞു. പീലാത്തോസ് യേശുവിനെ കുറ്റം വിധിക്കുകയായിരുന്നു. എന്നാൽ യേശു ഒരു മറുപടി പോലും പറഞ്ഞില്ല. Yes, my friend. അതെ സ്നേഹിതന്മാരെ, In patience, protect your souls. ക്ഷമ കൊണ്ട് നിങ്ങൾ പ്രാണനെ നേടും. Luke 21:19. ലൂക്കോസ് 21:19 My friends, എൻ്റെ സ്നേഹിതന്മാരെ, let God speak for you. ദൈവം നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കട്ടെ. Let God speak justice over you. ദൈവം നിങ്ങൾക്ക് വേണ്ടി ന്യായം പറയട്ടെ. Let God speak judgment against those who do evil. തിന്മ ചെയ്യുന്നവർക്കെതിരെ ദൈവത്തിന്റെ ന്യായവിധി ഉണ്ടാകട്ടെ. You keep silent. എന്നാൽ നിങ്ങൾ നിശബ്ദരായിരിക്കുവിൻ. Let no sin come out of your tongue. നിങ്ങളുടെ നാവിൽ നിന്ന് പാപമൊന്നും പുറത്തു വരാതിരിക്കട്ടെ. No defense also come out. പ്രതിരോധത്തിന്റെ വാക്കുകളും നിങ്ങളിൽ നിന്ന് പുറപ്പെടാതിരിക്കട്ടെ. God is the judge. ദൈവമാകുന്നു ന്യായാധിപതി. He will judge on your behalf. ദൈവം നിങ്ങൾക്ക് വേണ്ടി ന്യായം വിധിക്കും. And He will transform the wicked people and make them know God is with you by blessing you more and more and more when you are silent before men and when you open your mouth only to God. നിങ്ങൾ മനുഷ്യർക്ക് മുൻപാകെ നിശബ്ദരായിരിക്കുമ്പോൾ, ദൈവത്തോട് മാത്രം സംസാരിക്കുമ്പോൾ, ദൈവം നിങ്ങളെ കൂടുതൽ കൂടുതൽ അനുഗ്രഹിച്ച് ദൈവം നിങ്ങളോട് കൂടെയുണ്ടെന്ന് ദുഷ്ടമനുഷ്യരെ അറിയിക്കും. അവരെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യും. Let not your heart be troubled. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. May this decision empower you to walk into greatness. മഹത്വത്തിലേക്ക് പ്രവേശിക്കുന്നതിനെ ഈ തീരുമാനം നിങ്ങളെ ശാക്തീകരിക്കട്ടെ. Then there's another decision that you too can make, found in Ecclesiastes 2:12. ജീവിതത്തിൽ നിങ്ങൾക്ക് സ്വീകരിക്കാവുന്ന മറ്റൊരു തീരുമാനം സഭാപ്രസംഗി 2:12 കാണാം. It says, "I decided to consider wisdom." ആ വാക്യം പറയുന്നു, ഞാൻ ജ്ഞാനവും ഭ്രാന്തും ഭോഷത്വവും നോക്കുവാൻ തിരിഞ്ഞു. For what more can the king's successor do than what the king has already done? രാജാവിന്റെ ശേഷം വരുന്ന മനുഷ്യൻ എന്തു ചെയ്യും? പണ്ട് ചെയ്തത് തന്നെ. Yes, I decided to consider wisdom, the foolish behavior and the ideas of people. അതെ, ഞാൻ ജനങ്ങളുടെ ജ്ഞാനവും ഭ്രാന്തും ഭോഷത്വവും നോക്കുവാൻ തിരിഞ്ഞു. Yes, people have already done things which are foolish and have foolish ideas. അതെ, ജനങ്ങൾക്ക് വിഡ്ഢിത്തം നിറഞ്ഞ ആശയങ്ങളുണ്ട്. അവർ വിഡ്ഢിത്തം ചെയ്തിരിക്കുന്നു. And they have also done works of wisdom. അവർ ജ്ഞാനത്തിന്റെ പ്രവൃത്തികളും ചെയ്തിട്ടുണ്ട്. I will consider them. ഞാൻ അതെല്ലാം തിരിഞ്ഞു നോക്കും. Ecclesiastes 6:10. സഭാപ്രസംഗി 6:10. Whatever has happened was foreordained. മനുഷ്യൻ എന്താകുമെന്ന് വിധിച്ചുമിരിക്കുന്നു. And what happens to a person was also foreknown. ഒരുത്തൻ എന്തു തന്നെ ആയിരുന്നാലും അവന് പണ്ട് തന്നെ പേർ വിളിച്ചിരിക്കുന്നു. It is useless for him to argue with God about his fate. തന്റെ വിധിയെക്കുറിച്ച് ദൈവത്തോട് വാദിച്ചിട്ട് അവൻ ഒരു കാര്യവുമില്ല. Because God is more powerful than he is. കാരണം ദൈവം അവനേക്കാൾ ബലമേറിയവനാണ്. Yes, as we look at how people have prospered with wisdom. അതെ, ജ്ഞാനത്താൽ ജനങ്ങൾ സമൃദ്ധി പ്രാപിക്കുന്നത് നമ്മൾ And how നോക്കുമ്പോൾ people have fallen because of their foolish ideas and behavior. വിഡ്ഢിത്തം നിറഞ്ഞ ആശയങ്ങൾ നിമിത്തം മനുഷ്യർ വീണു പോകുന്നത് നമ്മൾ കാണുമ്പോൾ We are able to correct ourselves and submit to God for the things that God has planned for us to happen in our lives. നമുക്ക് നമ്മെ തന്നെ തിരുത്തുവാനും നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരുക്കിയിരിക്കുന്ന പദ്ധതികൾക്കായി നമ്മെ സമർപ്പിക്കുവാനും കഴിയും. Yes, we will not walk in the foolish ways of people, but do the works of wisdom by hearing from God and being led by the Holy Spirit. നമ്മൾ ഒരിക്കലും ജനങ്ങളുടെ വിഡ്ഢിത്തം നിറഞ്ഞ വഴികളിലൂടെ പോകുകയില്ല. എന്നാൽ ദൈവത്തിൽ നിന്ന് കേട്ട് പരിശുദ്ധാത്മാവിന്റെ മാർഗനിർദ്ദേശാനുസരണം ജ്ഞാനത്തിന്റെ പ്രവൃത്തികൾ ചെയ്യും. That's why we consider both.
അതുകൊണ്ടാണ് നമ്മൾ രണ്ടും പരിഗണിക്കുന്നത്. And this verse says everything is foreordained. ഈ വചനം പറയുന്നു, സകലതും മുൻ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു, Everything is foreknown. സകലതും അറിയപ്പെട്ടിരിക്കുന്നു. So no point in fighting with God saying, why did you do this? Why this happened? ആകയാൽ ദൈവമേ എന്തുകൊണ്ട് അങ്ങ് ഇപ്രകാരം ചെയ്തു, എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തോട് കലഹിക്കുന്നതിൽ അർത്ഥമില്ല. No point in trying to get something overpowering God. ദൈവത്തെ കീഴടക്കുന്ന എന്തെങ്കിലും ഒന്ന് നേടാൻ ശ്രമിക്കുന്നതിൽ അർത്ഥമില്ല. God is more powerful than you and me. ദൈവം നിങ്ങളെക്കാളും എന്നേക്കാളും ശക്തനാണ്. All that you need to do is to have wisdom to know the plans of God and walk in it. നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് മാത്രം, ദൈവത്തിന്റെ പദ്ധതികൾ അറിഞ്ഞ് ആ പദ്ധതിക്ക് അനുസരിച്ച് ജീവിക്കുന്നതിനുള്ള ജ്ഞാനം നേടണം. And look at the Lord Jesus. കർത്താവായ യേശുവിനെ നോക്കുവിൻ. In Mark 3:13. മർക്കോസ് 3:13 Jesus decided to pray the whole night before he chose his disciples. തന്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിനു മുൻപ് രാത്രി മുഴുവൻ പ്രാർത്ഥിക്കുവാൻ യേശുക്രിസ്തു തീരുമാനിച്ചു. He never said, this man will be good, this woman will be good because they have so many talents, these exceptional qualities. ഇവർക്ക് ധാരാളം കഴിവുകളുണ്ട്, അസാധാരണമായ കഴിവുകളുണ്ട്, അതുകൊണ്ട് ഈ പുരുഷൻ, ഈ സ്ത്രീ എനിക്ക് അനുയോജ്യനായിരിക്കുമെന്ന് യേശു പറഞ്ഞില്ല. Man looks at the face, മനുഷ്യൻ മുഖത്തേക്ക് നോക്കുന്നു, but God looks at the heart. എന്നാൽ ദൈവം ഹൃദയത്തിലേക്കാണ് നോക്കുന്നത്. And Jesus said, I want to hear God's wisdom. യേശുക്രിസ്തു പറഞ്ഞു, എനിക്ക് ദൈവത്തിന്റെ ജ്ഞാനം വേണം. I don't want to make a decision and make foolish and make my own decisions in the flesh. ജഡീകമായ രീതിയിൽ സ്വന്തമായ തീരുമാനങ്ങൾ എടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് യേശു പറഞ്ഞു. And so he prayed the whole night. ആകയാൽ രാത്രി മുഴുവൻ യേശുക്രിസ്തു പ്രാർത്ഥിച്ചു. He was God in flesh. യേശു ജഡത്തിൽ വെളിപ്പെട്ട ദൈവമായിരുന്നു. But he showed us how to take decisions and walk എന്നാൽ in the തീരുമാനങ്ങൾ ways of എടുക്കേണ്ടത് wisdom. എങ്ങനെയാണെന്ന്, ജ്ഞാനത്തിന്റെ വഴിയിൽ നടക്കേണ്ടത് എങ്ങനെയാണെന്ന് യേശു നമ്മെ പഠിപ്പിച്ചു. Hearing from God and walking in the ways of wisdom. ദൈവത്തിൽ നിന്ന് കേട്ട് ജ്ഞാനത്തിന്റെ മാർഗത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ട് He prayed the whole night and chose the 12 disciples. യേശുക്രിസ്തു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു, 12 ശിഷ്യന്മാരെ Even തിരഞ്ഞെടുത്തു. knowing that Judas would one day betray him. ഒരു ദിവസം യൂദാസ് തന്നെ വഞ്ചിക്കുമെന്നറിഞ്ഞിട്ടും It must have been a hard decision. യേശുവിനെ സംബന്ധിച്ച് അത് കഠിനമായ ഒരു തീരുമാനമായിരുന്നിരിക്കണം. But he said, I have come only for that purpose in the world, to be betrayed and to go to the cross, to bring salvation to the whole world. ലോകത്തിന് രക്ഷ വരുത്തുവാൻ വേണ്ടി വഞ്ചിക്കപ്പെട്ട് ക്രൂശിലേക്ക് പോകുന്നതിനു വേണ്ടിയാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നതെന്ന് യേശുക്രിസ്തു പറഞ്ഞു. Even though it was a decision towards being betrayed eventually, Jesus said, this is the way of wisdom. ഒടുവിൽ വഞ്ചിക്കപ്പെടുമെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് യേശു ആ തീരുമാനമെടുത്തത്. എങ്കിലും യേശു പറഞ്ഞു, ഇതാകുന്നു ജ്ഞാനത്തിന്റെ മാർഗം. And that's why Jesus could defeat death, defeat the power of betrayal, and rise up as God from the dead. അതുകൊണ്ടാണ് യേശുവിനെ, മരണത്തെ, വഞ്ചനയുടെ ശക്തിയെ തോൽപ്പിച്ച് ദൈവമെന്ന നിലയിൽ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുവാൻ സാധിച്ചത്. The ways of wisdom may comprise of blessings as well as betrayal, but finally you will rise up to be more than a conqueror when you walk in those ways of God's wisdom through prayer. ജ്ഞാനത്തിന്റെ മാർഗത്തിൽ അനുഗ്രഹവും അതുപോലെ വഞ്ചനയും ഉൾപ്പെട്ടിരിക്കാം. എന്നാൽ ഒടുവിൽ നിങ്ങൾ പ്രാർത്ഥനയിലൂടെ ജ്ഞാനത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ നിങ്ങൾ പൂർണ്ണജയം പ്രാപിച്ചവരായി ഉയർത്തെഴുന്നേൽക്കുമെന്നത് തീർച്ച. The Lord will enable you to have the right people around. നേർവഴിയിലൂടെ സഞ്ചരിക്കുന്ന ജനങ്ങൾക്ക് നടുവിൽ താമസിക്കുവാൻ ദൈവം നിങ്ങളെ The Lord പ്രാപ്തരാക്കും. will enable them to do the right thing as they are with you. അവർ നിങ്ങളോടൊപ്പം ഇരിക്കുമ്പോൾ ശരിയായ കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം അവരെ The സഹായിക്കും. Lord will enable you to guide each member of your family and those who work with you. കുടുംബത്തിലെ ഓരോ അംഗത്തെയും നിങ്ങളോടൊപ്പം ജോലി ചെയ്യുന്നവരെയും നേരായ മാർഗത്തിലൂടെ നയിക്കുവാൻ ദൈവം നിങ്ങളെ പ്രാപ്തരാക്കും. As He leads you through the path of wisdom. ജ്ഞാനത്തിന്റെ മാർഗത്തിലൂടെ ദൈവം നിങ്ങളെ നയിക്കുമ്പോൾ, As He leads you through the path of wisdom, as you pray to Him every day. നിങ്ങൾ ദിനംപ്രതി ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, ജ്ഞാനത്തിന്റെ മാർഗത്തിൽ ദൈവം നിങ്ങളെ നയിക്കുമ്പോൾ, Decide to walk in the way of wisdom. ജ്ഞാനത്തിന്റെ മാർഗത്തിൽ നടക്കുമെന്ന് തീരുമാനിക്കുകയും, Considering all the foolishness which people walk in. ജനങ്ങളുടെ ഭോഷത്വത്തിന്റെ മാർഗത്തെ പരിഗണിച്ചുകൊണ്ട്, But wait at the Lord's feet
for wisdom and direction. എന്നാൽ ജ്ഞാനത്തിനും മാർഗനിർദ്ദേശത്തിനുമായി ദൈവത്തിന്റെ കാൽക്കൽ കാത്തിരിക്കുവിൻ. He'll give you the right people. ദൈവം നിങ്ങൾക്ക് നല്ല മനുഷ്യരെ നൽകും. And He will enable you to lead the people in the right manner. നേരായ മാർഗത്തിലൂടെ ജനങ്ങളെ നയിക്കുവാൻ ദൈവം നിങ്ങളെ പ്രാപ്തരാക്കും. And through that you'll be more than a conqueror. അതിലൂടെ നിങ്ങൾ പൂർണ്ണജയം പ്രാപിച്ചവരായി മാറും. As we read Acts 11:29, പ്രവൃത്തികൾ 11:29 നമ്മൾ വായിക്കുന്നത് the പോലെ Bible says all of the disciples decided they would send a contribution to the brothers living in Judea as they were able. അപ്പോൾ യഹൂദിയിൽ പാർക്കുന്ന സഹോദരന്മാരുടെ ഉദവിക്കായി ശിഷ്യന്മാരിൽ ഓരോരുത്തൻ പ്രാപ്തി പോലെ കൊടുത്തയപ്പാൻ നിശ്ചയിച്ചുവെന്ന് വേദപുസ്തകം പറയുന്നു. Yes, you have to take a decision to give to God's ministry. അതെ, ദൈവ ശുശ്രൂഷയ്ക്ക് നൽകുവാൻ നിങ്ങളൊരു തീരുമാനമെടുക്കണം. It doesn't come on its own. അത് സ്വന്തം ബുദ്ധിയിൽ നിന്നല്ല വരുന്നത്. Yes, you keep earning money. നിങ്ങൾ പണം സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നു. Or sometimes you don't get enough money. ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടത്ര പണം ലഭിക്കുന്നില്ല. And sometimes you have only losses. ചിലപ്പോൾ നിങ്ങൾക്ക് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. But in the midst of that you have to decide to give to God. എന്നാൽ അതിന്റെ മധ്യത്തിലും ദൈവത്തിന് കൊടുക്കുവാൻ നിങ്ങൾ തീരുമാനിക്കണം. God will honor that decision. ദൈവം ആ തീരുമാനത്തെ മാനിക്കും. As you decide to give to God, നിങ്ങൾ ദൈവത്തിന് നൽകുവാൻ തീരുമാനിക്കുമ്പോൾ if you read 2 Corinthians 9:6-8, 2 കൊരിന്ത്യർ 9:6-8 വരെ വായിക്കുകയാണെങ്കിൽ whatever you sow, God will make you reap. നിങ്ങൾ വിതയ്ക്കുന്നത് കൊയ്യുവാൻ ദൈവം നിങ്ങളെ പ്രാപ്തരാക്കും. If you sow sparingly, നിങ്ങൾ ലോഭമായി വിതയ്ക്കുകയാണെങ്കിൽ you will reap sparingly. നിങ്ങൾ ലോഭമായി കൊയ്യും. If you say, Lord, you know the financial condition I'm in. കർത്താവേ, ഞാൻ ആയിരിക്കുന്ന സാമ്പത്തിക അവസ്ഥ അങ്ങ് അറിയുന്നുവല്ലോ. This month I'm going to sow less. ഈ മാസം ഞാൻ ലോഭമായി വിതയ്ക്കുവാൻ പോകുന്നു. You will reap less. അപ്പോൾ നിങ്ങൾ ലോഭമായി കൊയ്തെടുക്കും. If you sow generously, നിങ്ങൾ ധാരാളമായി വിതയ്ക്കുകയാണെങ്കിൽ yes, you can sow generously only when you go through needs. നിങ്ങൾ ആവശ്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴേ നിങ്ങൾക്ക് ധാരാളമായി വിതയ്ക്കാനാകൂ. Yes, when you sow in your need generously to God. നിങ്ങളുടെ ആവശ്യത്തിന്റെ മധ്യത്തിലും നിങ്ങൾ ധാരാളമായി ദൈവത്തിനായി വിതയ്ക്കുകയാണെങ്കിൽ, When you sow generously in God also, നിങ്ങൾ ദൈവത്തിൽ ധാരാളമായി വിതയ്ക്കുകയാണെങ്കിൽ, and generously in God, നിങ്ങൾ ധാരാളമായി ദൈവത്തിൽ വിതയ്ക്കുകയാണെങ്കിൽ God will make you reap generously. ധാരാളമായി കൊയ്തെടുക്കുവാൻ ദൈവം നിങ്ങളെ പ്രാപ്തരാക്കും. Yes, you don't sow from what you have. അതെ, നിങ്ങൾക്കുള്ളതിൽ നിന്നല്ല നിങ്ങൾ വിതയ്ക്കേണ്ടത്. You sow from what you determine in your heart, decide in your heart to give to God. ദൈവത്തിന് നൽകുന്നതിനു വേണ്ടി നിങ്ങൾ ഹൃദയത്തിൽ നിശ്ചയിച്ചതിൽ നിന്നാണ് നിങ്ങൾ വിതയ്ക്കേണ്ടത്. Yes, God will give you the seed as you become the sower. നിങ്ങൾ വിതയ്ക്കുന്നവനാകുമ്പോൾ ദൈവം നിങ്ങൾക്ക് വിത്ത് നൽകും. The scripture says God gives the seed to the sower. വിതയ്ക്കുന്നവനെ വിത്ത് ദൈവം നൽകുമെന്ന് തിരുവെഴുത്ത് പറയുന്നു. So God will give you the seed when you decide in your heart to give to God generously. ആകയാൽ ദൈവത്തിന് ധാരാളമായി നൽകുവാൻ നിങ്ങൾ ഹൃദയത്തിൽ തീരുമാനമെടുക്കുമ്പോൾ ദൈവം നിങ്ങൾക്ക് വിത്ത് നൽകും. May God give you this grace to sow generously, ധാരാളമായി വിതയ്ക്കുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ നൽകട്ടെ. so that He will give you the seed for you to sow generously. അങ്ങനെയെങ്കിൽ ധാരാളമായി വിതയ്ക്കുന്നതിനുള്ള വിത്ത് ദൈവം നിങ്ങൾക്ക് നൽകും. It's not from what you have അത് നിങ്ങൾക്കുള്ളതിൽ നിന്നല്ല വരുന്നത്. that you sow, but you sow from the decision that you make to sow. നിങ്ങൾക്കുള്ളതിൽ നിന്നല്ല നിങ്ങൾ വിതയ്ക്കുന്നത്, നിങ്ങൾ എടുത്ത തീരുമാനത്തിനനുസരിച്ചാണ് നിങ്ങൾ The വിതയ്ക്കുന്നത്. decision you make, how much to sow in the kingdom of God, to God's ministries and God's people. ദൈവത്തിന്റെ രാജ്യത്തിൽ, ദൈവ ശുശ്രൂഷയിൽ, ദൈവജനത്തിനെ എത്രമാത്രം വിതയ്ക്കണമെന്ന് നിങ്ങൾ എടുത്ത തീരുമാനത്തിൽ നിന്ന്. Verse 7 says, 7-ാം വാക്യം പറയുന്നു, each of you should give what you have decided in your heart to give, not reluctantly or under compulsion, for God loves a cheerful giver. അവനവന് ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ, സങ്കടത്തോടെ അരുത്, നിർബന്ധത്താലും അരുത്, സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. And verse 8 says, 8-ാം വാക്യം when പറയുന്നു, you give cheerfully, generously, God is able to bless you abundantly. നിങ്ങൾ സന്തോഷത്തോടെ കൊടുക്കുമ്പോൾ നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുവാൻ ദൈവത്തിന് സാധിക്കുന്നു. And at all times, you will have all that you need. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം എല്ലായ്പ്പോഴും നിങ്ങൾക്കുണ്ടായിരിക്കും. And you will abound in every good work. നിങ്ങൾ സകല സൽപ്രവൃത്തിയിലും പെരുകി വരും. Nothing will be lacking.
യാതൊന്നിനും കുറവുണ്ടാകയില്ല. You will abound in every good work. നിങ്ങൾ സകല സൽപ്രവൃത്തിയിലും പെരുകി Do വരും. not be afraid. നിങ്ങൾ ഭയപ്പെടേണ്ട. Acts 15:22. പ്രവൃത്തികൾ 15:22. God enabled the elders of the church to send Paul and Barnabas carrying all these gifts to God's servants. ദൈവദാസന്മാർക്കുള്ള സകല സമ്മാനങ്ങളുമായി പൗലോസിനെയും ബർന്നബാസിനെയും പറഞ്ഞയക്കുവാൻ സഭയിലെ മൂപ്പന്മാരെ ദൈവം പ്രാപ്തരാക്കി. Yes, God enables you to give it to God's servants to do God's അതെ, ministry. ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുന്നതിനു വേണ്ടി ദൈവദാസന്മാർക്ക് നൽകുവാൻ ദൈവം നിങ്ങളെ പ്രാപ്തരാക്കും. As you sow into the ministry, into their hands, God will bless it and give a multiple increase for your seed. നിങ്ങൾ ശുശ്രൂഷയിൽ വിതയ്ക്കുമ്പോൾ ദൈവം അതിനെ അനുഗ്രഹിച്ച് നിങ്ങൾക്ക് അനുഗ്രഹവർദ്ധനവ് നൽകും. And your offering will come back to you with blessings from what the people have received through your offerings in the ministry that you have sown. നിങ്ങളുടെ സ്തോത്ര കാഴ്ചകളിലൂടെ ജനങ്ങൾ പ്രാപിച്ച അനുഗ്രഹങ്ങൾക്കനുസരിച്ച് അനുഗ്രഹങ്ങളോടുകൂടി നിങ്ങളുടെ സ്തോത്ര കാഴ്ചകൾ നിങ്ങളുടെ അടുക്കൽ തിരികെ വരും. So where maximum number of people are being blessed. ആകയാൽ കൂടുതൽ ജനങ്ങൾ അനുഗ്രഹീതരാകുന്ന ശുശ്രൂഷയിൽ നിങ്ങൾ വിതയ്ക്കുവിൻ. And you will have a bountiful return according to the number of people who have been blessed. അപ്പോൾ അനുഗ്രഹീതരായ ജനങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്ക് ധാരാളം അനുഗ്രഹങ്ങൾ ലഭിക്കും. Yes, my friends. അതെ പ്രിയ സ്നേഹിതന്മാരെ, All these blessings are available to you based on the decision you have made. നിങ്ങൾ എടുക്കുന്ന തീരുമാനത്തിനനുസരിച്ച് ഈ അനുഗ്രഹങ്ങളെല്ലാം നിങ്ങൾക്ക് ലഭ്യമാണ്. May God give you the grace to decide according to God's plan and God's purpose through your life and for your life. നിങ്ങളുടെ ജീവിതത്തിനു വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പദ്ധതിക്കും ലക്ഷ്യത്തിനും അനുസരിച്ച് തീരുമാനമെടുക്കുവാനുള്ള കൃപ ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. And let 1 Peter 5:10 be fulfilled in your life. 1 പത്രോസ് 5:10 നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറട്ടെ. God of all loving grace, സർവകൃപാലുവായ ദൈവം may He personally and powerfully restore you, വ്യക്തിപരമായി അതിശക്തമായി നിങ്ങളെ പുനരുദ്ധരിക്കട്ടെ. make you stronger. നിങ്ങളെ കൂടുതൽ ശക്തരാക്കി തീർക്കട്ടെ. May He make you stronger than ever. മുൻപെങ്ങുമില്ലാത്ത വിധത്തിൽ ദൈവം നിങ്ങളെ ശക്തരാക്കട്ടെ. May He firmly set you in place. യഥാസ്ഥാനപ്പെടുത്തി ദൈവം നിങ്ങളെ ഉറപ്പിച്ച് ശക്തീകരിക്കട്ടെ. May He set you firmly in place. ദൈവം യഥാസ്ഥാനപ്പെടുത്തി നിങ്ങളെ ശക്തീകരിച്ച് ഉറപ്പിക്കട്ടെ. And may He build you up ദൈവം നിങ്ങളെ പടുത്തുയർത്തട്ടെ. with honor, മഹത്വത്തോടെ, with praise, പ്രശംസയോടെ, as the temple of the living God. ജീവിക്കുന്ന ദൈവത്തിന്റെ മന്ദിരമായി. God bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. Father, fulfill this promise. പിതാവേ, ഈ വാഗ്ദത്തം അങ്ങ് നിറവേറ്റണമേ. Honor thy children. അങ്ങയുടെ മക്കളെ ആദരിക്കണമേ. Lead them to take your decision. അങ്ങയുടെ തീരുമാനങ്ങൾ എടുക്കുവാൻ അവരെ അങ്ങ് വഴി നടത്തണമേ. Let them have all these blessings. അവർക്ക് ഈ അനുഗ്രഹങ്ങളെല്ലാം ലഭിക്കട്ടെ. In Jesus' name. യേശുവിന്റെ നാമത്തിൽ. Amen. ആമേൻ.